കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് ശ്രീ സന്ദീപ് വാര്യരാണ് ഈ വാഹനത്തിന്റെ പിറകിലൂടെ പാലക്കാട്ടെ വോട്ടർമാരെ കാണുന്നതിന് വേണ്ടി മന്ദം എത്തിക്കൊണ്ടിരിക്കുന്നത്. സന്ദീപ് വാര്യർ കോൺഗ്രസ് നേതാവ്, അദ്ദേഹത്തെ കാണാനുള്ള ആകാംക്ഷയോടുകൂടി റോഡിന്റെ ഇരുവശങ്ങളിലും തിങ്ങി നിൽക്കുന്ന യാത്രക്കാർ വാഹനങ്ങൾക്ക് പോകാൻ തടസ്സമുണ്ടാക്കാത്ത രീതിയിൽ സന്ദീപ് വാര്യരെ കാണാൻ വേണ്ടി കാത്തു നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സന്ദീപ് വാര്യരോടുള്ള ആരാധന മൂത്തുകൊണ്ട് അദ്ദേഹത്തെ വാഹനത്തിൽ കയറി സ്പർശിക്കാനോ മറ്റോ ചെയ്യരുതെന്നും കോൺഗ്രസ് അണികളോട് അഭ്യർത്ഥിക്കുകയാണ്. സഖാവ് സന്ദീപ് വാര്യർ ആകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവർ നിരാശയിലേക്ക് മടങ്ങുന്നു. അതേസമയം ഇതാ BJP നേതാവ് സന്ദീപ് വാര്യർ എന്ന ഒരാൾ ഇനി ഈ ഭൂമിയിലില്ല, ഈ കേരളത്തിലില്ല. ഉള്ളത് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ. BJP വിട്ട് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക്. VD സതീശനുമായി സന്ദീപ് ചർച്ച നടത്തി, ഒപ്പം തന്നെ ഷാൾ അണിയിക്കുകയും ചെയ്തു. നിതിൻ പ്രഭാകർ ബാക്കി വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു. എങ്ങനെയായിരുന്നു ആ ആഹ്ലാദകരമായ നിമിഷം കോൺഗ്രസിനെ സംബന്ധിച്ച്? ഏറെക്കാലമായി സന്ദീപ് വാര്യരും BJP നേതൃത്വവും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടലായിരുന്നു. കെ സുരേന്ദ്രനെതിരെ നിരവധിയായ വേദികളിൽ ദേശീയ നേതൃത്വത്തിനടക്കം സന്ദീപ് വാര്യർ പരാതി നൽകിയിരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സന്ദീപ് വാര്യർ സ്ഥാനാർത്ഥിയാകും, NDA സ്ഥാനാർത്ഥിയാകുമെന്ന ഒരു ശ്രുതിയുണ്ടായിരുന്നു. എന്നാൽ അതിലെല്ലാം സുരേന്ദ്രൻ സന്ദീപ് വാര്യരെ വെട്ടിമാറ്റി. തുടർന്ന് സന്ദീപ് വാര്യർ പാലക്കാട്ട് കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ആദ്യ 3 ദിവസങ്ങളിലും സന്ദീപ് വാര്യർ പ്രചരണത്തിനെത്തി. തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുമ്പോൾ സന്ദീപ് വാര്യർക്ക് വേദിയിൽ ഇരിപ്പിടം പോലും BJP നൽകിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിനെ തുടർന്ന് അവിടെ നിന്നും വേദിയിൽ നിന്നും ഇറങ്ങിപ്പോയ സന്ദീപിനെ പിന്നീട് നമ്മൾ കാണുന്ന ഒരു വാർത്ത നേരത്തെ MS സൂചിപ്പിച്ചതുപോലെ, അതായത് സന്ദീപ് വാര്യർ CPIM-ലേക്ക് പോകുന്നു. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ ക്രിസ്റ്റൽ ക്ലിയർ നേതാവാണ് സന്ദീപ് വാര്യർ എന്നായിരുന്നു പറഞ്ഞത്. എന്നാൽ സന്ദീപ് വാര്യർ CPI-യുമായുള്ള ചർച്ച പിന്നീട് വഴിമുട്ടുന്നു. സന്ദീപ് വാര്യർ ചർച്ച വഴിമുട്ടിയ കാര്യമൊന്ന് ഓർത്തു വെക്കണം. അതിനുശേഷമുള്ള ഭാഗം പറയാനുള്ളതാണ്. ഈ സമയത്ത് പ്രൊഡക്ഷൻ വിഭാഗത്തോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ പ്രധാന വാർത്തയിൽ കാണിച്ച ദൃശ്യങ്ങളുണ്ട്. സന്ദീപ് വാര്യർ ഷാൾ അണിയിക്കപ്പെട്ട് സ്വീകരിക്കപ്പെടുന്നു കോൺഗ്രസിന്റെ. ആ ദൃശ്യങ്ങളാണ് കാണിക്കേണ്ടത്. ആ ദൃശ്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഈ നിമിഷങ്ങളിൽ ആ ദൃശ്യങ്ങൾക്കാണ് പ്രാധാന്യം. ആവർത്തിച്ചത് കാണിച്ചുകൊണ്ടേ ഇരുന്നാൽ പോലും കുഴപ്പമില്ല. കാരണം അതുവരെയും കാവി ഷാൾ അണിഞ്ഞിരുന്ന സന്ദീപ് വാര്യർ ഇതാ കോൺഗ്രസിന്റെ ഷാൾ അണിഞ്ഞുകൊണ്ട് ആ വേദിയിൽ വരുന്ന ദൃശ്യങ്ങൾ, സ്വീകരിക്കപ്പെടുന്ന ദൃശ്യങ്ങൾ, അത് കാണിച്ചുകൊണ്ട് വേണം നിതിൻ പ്രഭാകർ ഈ രാഷ്ട്രീയ മാറ്റത്തെ വ്യക്തമാക്കേണ്ടത്. നിതിൻ പ്രഭാകർ തുടരാം. അത്തരത്തിൽ CPIM നേതൃത്വവുമായി സന്ദീപ് വാര്യർ ചർച്ച നടത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ സന്ദീപ് നേരത്തെ ഉയർത്തിപ്പിടിച്ച സംഘപരിവാർ രാഷ്ട്രീയം, സന്ദീപ് ചാനൽ ചർച്ചകളിൽ ഉയർത്തിപ്പിടിച്ച അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമുണ്ട്. പല വിഷയങ്ങളിലും, അതായത് മുത്തലാഖ് വിഷയം, അതിനു മുമ്പേ ഉണ്ടായിരുന്ന പൗരത്വ ഭേദഗതി ബില്ല് ഉൾപ്പെടെയുള്ള സന്ദർഭങ്ങളിൽ സന്ദീപ് നടത്തിയ തീപ്പൊരി ചാനൽ ചർച്ചകളുണ്ട്. BJP സംഘപരിവാർ ഉയർത്തിപ്പിടിക്കുന്ന തീവ്ര ഹൈന്ദവ രാഷ്ട്രീയത്തെ അനുകൂലിക്കുന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളുണ്ട്. മറ്റൊന്ന് MS ഓർക്കുന്നുണ്ടാകും, മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട, ഇന്ത്യയുടെ രാഷ്ട്രപിതാവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ അദ്ദേഹം ഒരു സ്വകാര്യ ചാനൽ ചർച്ചയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഗാന്ധിജിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ചു കൊന്നു. പലപ്പോഴും രാഷ്ട്രീയ എതിരാളികൾ BJPയെ ആക്രമിക്കാൻ ആ ദൃശ്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്, സാമൂഹ്യ മാധ്യമങ്ങളടക്കം ഉപയോഗിക്കാറുണ്ട്. അത്തരത്തിൽ കോൺഗ്രസിനെയും CPM-നെയും നിശിതമായി വിമർശിക്കുകയും കൂടാതെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ, മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങളെ പലപ്പോഴും കടന്നാക്രമിക്കുകയും ചെയ്യുന്ന സംഘപരിവാർ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച സന്ദീപ് CPI-ലേക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷത്തേക്ക് വരുമ്പോൾ പഴയ കാലത്ത് താൻ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയത്തിൽ തനിക്ക് തെറ്റുപറ്റിയെന്ന് ഒരു പൊതുസമൂഹത്തെ മുമ്പാകെ പറയണമെന്നൊരാവശ്യം CPIM നേതൃത്വം മുന്നോട്ട് വെച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ആ ചർച്ച വഴിമുട്ടുന്നു. തുടർന്ന് സന്ദീപ് വാര്യർ CPI നേതൃത്വവുമായി ചർച്ച നടത്തുന്നു. CPI നേതൃത്വത്തോട് ആവശ്യപ്പെട്ടത് മണ്ണാർക്കാട് നിയമസഭാ സീറ്റ്, നിലവിൽ N ശംസുദ്ദീൻ, UDF-ലെ N ശംസുദ്ദീനാണ് മണ്ണാർക്കാട് MLA. 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട് നിയമസഭാ സീറ്റ് തനിക്ക് നൽകണമെന്ന് CPI നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു. എന്നാൽ ആ ആവശ്യം തൽക്കാലം അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് CPI നേതൃത്വം കൈക്കൊണ്ടു. അതിനുശേഷമാണ് പിന്നീട് കോൺഗ്രസ് നേതൃത്വം സന്ദീപ് വാര്യരുമായി ബന്ധപ്പെടുന്നത്. കോൺഗ്രസിന് വേണ്ടി ചർച്ച നടത്തുന്ന AICC-യുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, അതോടൊപ്പം KPCC അധ്യക്ഷൻ K സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഷാഫി പറമ്പിൽ MP, VK ശ്രീകണ്ഠൻ MP തുടങ്ങിയവരാണ് സന്ദീപ് വാര്യരുമായുള്ള ചർച്ചയ്ക്ക് ചുക്കാൻ പിടിക്കുന്നത്. ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ പ്രധാനമായും സന്ദീപ് വാര്യർക്ക് കോൺഗ്രസ് നൽകിയ ഉറപ്പ്, ഒന്ന് പാർട്ടിയിൽ ഒരു സ്ഥാനം, അത് KPCC വക്താവ് സ്ഥാനമായിരിക്കും സന്ദീപിന് ലഭിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ കാര്യം, 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ലയിൽ മത്സരിക്കാൻ ഒരു സീറ്റ്. ഈ രണ്ട് കാര്യവും കോൺഗ്രസ് നേതൃത്വം ഉറപ്പ് നൽകിയിട്ടുണ്ട്.
ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാലക്കാട്ടെ കോൺഗ്രസിന്റെ യുവമുഖങ്ങളിൽ ഒരാളായിരുന്ന ഷാഫി പറമ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിലേക്ക് മത്സരിക്കാൻ പോയതോടെ അത്തരത്തിൽ ഒരു യുവ നേതാവിന് പാലക്കാട്ടെ കോൺഗ്രസിന് ആവശ്യമുണ്ട്. ആ ഷാഫിയുടെ വിടവ് സന്ദീപ് വാര്യരിലൂടെ നികത്താൻ കഴിയും. അതോടൊപ്പം തന്നെ BJPക്ക് ഏറെ സ്വാധീനമുള്ള ജില്ലയാണ് പാലക്കാട് ജില്ല. മലമ്പുഴയും എം ലിജു ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. ഇപ്പോൾ പാലക്കാട്ടെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് എടുപ്പിന് ദിവസം മാത്രം ബാക്കി നിൽക്കെ, മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഉള്ള സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള ഈ വരവ് ഏത് രീതിയിൽ അത് ഈ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നാണ് കരുതുന്നത് ലിജു? ഞങ്ങൾ നിലവിൽ തന്നെ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഐക്യജനാധിപത്യ മുന്നണിക്ക് വ്യക്തമായ മുൻതൂക്കമുണ്ട്. സന്ദീപ് വാര്യരുടെ വരവോടുകൂടി അത് കോൺഗ്രസിന്റെ സാധ്യതകൾ കൂടുതൽ ഉയരുന്ന, അല്ലെങ്കിൽ ഭൂരിപക്ഷം കൂടുതൽ ഉയരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മാത്രമല്ല, സന്ദീപിന്റെ ഒരു മാറ്റം അത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. സന്ദീപ് പറഞ്ഞൊരു കാര്യം, വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്നും സ്നേഹത്തിന്റെ കടയിലേക്ക് വരികയാണെന്ന് പറഞ്ഞാൽ ആശയപരമായ ഒരു മാറ്റമാണ്. കേരളത്തിലെ കോൺഗ്രസ് BJPയുടെ ഒരു ആശയപരമായി നേതൃത്വം കൊടുത്തിരുന്ന ഒരു വ്യക്തിയെ തന്നെ പരിവർത്തനം ചെയ്യാൻ സാധിച്ചു. അയാൾ CPM ഒരു ഓപ്ഷനായി സ്വീകരിക്കാതെ കോൺഗ്രസിലെത്തി, കേന്ദ്രത്തിലും സംസ്ഥാനത്തും പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിലെത്തി എന്നത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഒരു ശുഭസൂചനയാണ്. അത് ഒറ്റ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ അങ്ങനെ ഒരു വലിയ വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്ന് വിമോചനം നേടാൻ കഴിയുന്ന ഒരു അവസ്ഥയാണോ? അത്ര ലഘുവായിട്ട് അതിൽ നിന്ന് ഉറയൂരി പോരാൻ കഴിയുമോ? അത് ഒരു ദിവസം കൊണ്ട് സംഭവിച്ചതാണെന്ന് ഞാൻ കരുതുന്നില്ല. സന്ദീപ് വാര്യരുടെ മുൻകാല നവമാധ്യമ പോസ്റ്റുകളിലും കൃത്യമായ ചില സൂചനകൾ വ്യക്തിപരമായി ഞാൻ അതിനെ നിരീക്ഷിക്കുകയാണ്. മതമൈത്രിയൊക്കെ സംബന്ധിക്കുന്ന നിലപാടുകൾ അയാൾ പ്രഖ്യാപിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ പേരിലാണ് അദ്ദേഹത്തെ ഈ വക്താവ് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയെന്നത് വെളിപ്പെടുത്തലും ഇങ്ങനെ ഉണ്ടായി. ഒരു മനുഷ്യന്റെ മനപരിവർത്തനമാണല്ലോ. ഗാന്ധിജി പറഞ്ഞിട്ടുള്ളതും അത് തന്നെയാണ്. മനുഷ്യന്റെ ഉള്ളിൽ നന്മയുടെ ഒരു വിളക്കുണ്ട് തീർച്ചയായും എല്ലാ മനുഷ്യരുടെയും മുന്നിൽ. അപ്പൊ ആ പരിവർത്തനത്തിലൂടെ അദ്ദേഹം കോൺഗ്രസിന്റെ മതേതര ജനാധിപത്യ പാതയിലെത്തി എന്നത് നല്ല കാര്യം തന്നെയാണ്. ഇക്കാലങ്ങളിൽ ഉടനീളം സംഘപരിവാർ ആശയങ്ങൾ അതിതീവ്രമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ മുന്നോട്ട് വെച്ച ആ വ്യക്തി ആദ്യം അതുമായി ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങൾക്ക് മാപ്പ് പറഞ്ഞതിന് ശേഷം ഇടതുപക്ഷത്തേക്ക് പരിഗണിക്കാമെന്നുള്ള രീതിയിൽ വാർത്തകൾ ഒരു ഭാഗത്ത് സജീവമാണ്. അങ്ങനെ ഒരു മാപ്പ് അഭ്യർത്ഥിക്കൽ കോൺഗ്രസ് ആഗ്രഹിച്ചിരുന്നുവോ? അങ്ങനെ മാപ്പ് അഭ്യർത്ഥിക്കുന്ന CPM നേതാക്കന്മാരെ പറഞ്ഞായിട്ട് ഞാൻ കണ്ടില്ല. ഞാൻ കണ്ട പ്രസ്താവനകളെല്ലാം തന്നെ MP രാജേഷ് പറഞ്ഞ ഒരാൾ തെറ്റിന്റെ പാതയിൽ നിന്ന് ശരിയിലേക്ക് നല്ലതാണ്. AK ബാലൻ പറഞ്ഞു നല്ല വ്യക്തിയാണ്. അപ്പൊ എല്ലാം തന്നെ സന്ദീപ് എന്ന വ്യക്തിയുടെ ക്വാളിറ്റി അവരുൾപ്പെടെ അംഗീകരിച്ചു. പിന്നെ ആ CPMലേക്ക് വരുന്ന പ്രോസസ്സിനെ കുറിച്ചും അവർ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. ഞങ്ങളെ സംബന്ധിച്ച് ഒരാള് മുൻകാല ചെയ്തികളെ പരസ്യമായി മാപ്പ് പറയുന്നതിലല്ല, പ്രവൃത്തിയിലാണ് കാര്യം. അദ്ദേഹം പറച്ചിൽ പറഞ്ഞു കഴിഞ്ഞു, വെറുപ്പിന്റെ ഫാക്ടറിൽ സ്നേഹത്തിലേക്ക് എത്തി എന്ന് പറഞ്ഞു. ഇനി അദ്ദേഹം കോൺഗ്രസിൽ പ്രവർത്തിച്ച് അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലൂടെ ഭൂതകാലത്തിന്റെ തെറ്റുകളെ തിരുത്തും. അങ്ങനെയാണ് ശരി. സന്ദീപ് വാര്യർ BJPയുമായിട്ട് എതിർക്കുന്ന ഒരു ഘട്ടം എത്തിയ സമയത്ത് CPI സംസ്ഥാന സെക്രട്ടറി അവരുടെ പാർട്ടിയിലേക്ക് ഈ BJPയുടെ ആശയങ്ങൾ ഉപേക്ഷിച്ച് വരികയാണെങ്കിൽ സ്വാഗതം ചെയ്തിരുന്നു. അതേപോലെ തന്നെ CPIM നേതാക്കളും ആ രീതിയിൽ സ്വാഗതം ചെയ്തിരുന്നു. അതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ സർവ്വസ്വീകാരനായ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കുള്ള ഒരു പ്രതിച്ഛായ ഉണ്ടാവുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും ഇനി സന്ദീപ് വാര്യരെ CPIയും പോലുള്ളവർ ഈ പറഞ്ഞ കാര്യത്തിന്റെ പേരിൽ എതിർക്കാൻ സാധ്യതയില്ലാത്ത രീതിയിൽ അവർ പ്രതിരോധത്തിലായിട്ടുണ്ടോ? അല്ല, അത് ഒരാൾക്കൊരു വ്യക്തിക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും സ്വാഗതം കൊടുക്കാം. എല്ലാ പാർട്ടിയിൽ നിന്നും സ്വാഗതം ലഭിക്കുന്ന അയാളുടെ ഒരു സ്വീകാര്യതയാണ്. സന്ദീപ് വാര്യർ ഒരു ക്വാളിറ്റി ഉള്ള വ്യക്തിയാണെന്നുള്ള സൂചനയാണത്. നല്ല കാര്യം തന്നെയാണ്. ഇപ്പൊ CPM ഇനിയിപ്പോ കോൺഗ്രസ്സുകാരനെ പ്രവർത്തിക്കുമ്പോൾ CPMന്റെയും CPIയുടെയും നേതാക്കൾ അദ്ദേഹത്തെ എതിർക്കുന്നത് അത് അവരുടെ രാഷ്ട്രീയ എതിർപ്പാണ്. വ്യക്തിപരമായി അവർക്ക് ഇനി എതിർക്കാൻ സാധിക്കില്ലല്ലോ. ഈ സന്ദീപ് വാര്യരുടെ മാതൃക സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവർ കൂടി അടുത്ത ദിവസങ്ങളിൽ കോൺഗ്രസിൽ പ്രവേശിക്കുമെന്നുള്ള സാധ്യതകൾ സന്ദീപ് വാര്യരിൽ നിന്ന് തന്നെ ലഭിച്ചിട്ടുണ്ടോ? കൂടുതൽ ആളുകൾ കോൺഗ്രസിന്റെ പാതയിലേക്ക്, കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും സൗഹൃദത്തിന്റെയും ഒരു പാതയിലേക്ക് കൂടുതൽ ആളുകൾ കടന്നു വരുന്നത് സ്വാഗതാർഹമാണ്. സന്ദീപ് വഴി കൂടുതൽ ആളുകൾ വരട്ടെ.
ശ്രീ എം ലിജു, സന്ദീപ് വാര്യരുടെ ഈ വരവ് BJPക്ക് അകത്ത് വലിയ ഒരു വാശി ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്നുണ്ടോ? ആ വാശിയുടെ പുറത്ത് കോൺഗ്രസിനെയല്ല നമ്മൾക്ക് തോൽപ്പിക്കേണ്ടത്, സന്ദീപ് വാര്യനെ തോൽപ്പിക്കാനെങ്കിലും നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് BJPക്ക് അകത്ത് ഒരു ചിന്തയുണ്ടാവുകയും അത് വോട്ടെടുപ്പിനെ ബാധിക്കുകയും ചെയ്താൽ? ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് BJPയിൽ അനൈക്യം കൊണ്ട് ജയിക്കേണ്ട ഒരു പാർട്ടി അല്ല കോൺഗ്രസ്. ഞങ്ങൾ നരേന്ദ്രമോദി ഉൾപ്പെടെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നത് BJP എന്ന ആശയത്തെയാണ്, അത് വ്യക്തിയല്ല. ഇവിടെ സന്ദീപ് വാര്യരുടെ പേരിൽ BJP ഒരുമിച്ചാലും BJPയുടെ ഐഡിയോളജി അവിടെ നിൽക്കുകയാണ്. ആ ഐഡിയോളജിയെ തന്നെ പരാജയപ്പെടുത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അല്ലാതെ അവിടെ സന്ദീപ് വാര്യർ അനുകൂലികളെന്നോ സന്ദീപ് വാര്യർ പ്രതികൂലികളെന്നോ ഇതൊക്കെ ഞങ്ങൾക്ക് അപ്രസക്തമായ കാര്യങ്ങൾ മാത്രമാണ്. ശരി, വളരെ നന്ദി ശ്രീ എം ലിജു. ശ്രീ റഹീം, CPI നേതാവ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. റഹീം, MS ബനേഷാണ് സംസാരിക്കുന്നത്. ഈ സന്ദീപ് വാര്യരുടെ ഇപ്പോഴത്തെ കോൺഗ്രസിലേക്കുള്ള വരവ് അത് വലിയ രീതിയിൽ കോൺഗ്രസ് ആഘോഷിക്കുമ്പോൾ അതിനെ വിമർശിക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു പ്രതിരോധം CPIഎമ്മിന്റെയും CPIയുടെയും ഒക്കെ മുമ്പിലേക്ക് വരുന്നില്ലേ? കാരണം സന്ദീപ് വാര്യർക്ക് സ്വാഗതം, ആശയങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ എന്നുള്ള ഒരു വാക്കുകൾ വെച്ചിട്ടുള്ള സ്ഥിതിക്ക്. അല്ല, അത് പറയാം. CPIഎം ഔദ്യോഗികമായ ഒരിടത്തും സന്ദീപ് വാര്യർ വരൂ സ്വാഗതം എന്നൊരു നിലപാട് പറഞ്ഞിട്ടില്ല. സന്ദീപ് വാര്യർ BJPയിൽ നിന്ന് ഇടഞ്ഞു നിന്ന സന്ദർഭത്തിൽ CPIഎമ്മിന്റെ പല നേതാക്കളോടും മാധ്യമങ്ങൾ സന്ദീപിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തേടി. സന്ദീപ് CPIഎമ്മിലേക്ക് വരുമോ, അദ്ദേഹം ചർച്ച നടത്തുന്നുണ്ടോ, ഇത്തരം അഭ്യൂഹങ്ങൾക്കും വാർത്തകൾക്കുമിടയിൽ വാർത്തകൾ തേടിയെത്തി ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അതിനോട് CPIഎമ്മിന്റെ നേതാക്കൾ, സുമന്ത്രരായ നേതാക്കളിൽ ചിലർ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുമുണ്ട്. ആ അഭിപ്രായം എന്ന് പറയുന്നത് CPIഎമ്മിന്റെ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കുന്ന ആളുകളോടുള്ള പൊതു നിലപാടാണ്. സന്ദീപ് എന്ന് പറയുന്ന വ്യക്തിയല്ല ഞങ്ങൾ എതിർക്കുന്നത്, അങ്ങനെയുള്ള പൊതുവായ നിലപാടാണ്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. BJPയിൽ പ്രവർത്തിച്ചിരുന്ന നിരവധി പേർ CPIഎമ്മിന്റെ ഭാഗമായിട്ടുണ്ട്, ഇനിയും ആയേക്കാം. പക്ഷെ സന്ദീപ് വാര്യരുടെ കാര്യത്തിൽ അതൊരു സ്പെഷ്യൽ കേസാണ്. എങ്ങനെയെന്നാൽ കേരളീയ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്രയേറെ ഹേറ്റ് സ്പീച്ചുകൾ നടത്തിയ, ശശികല ടീച്ചർക്ക് ശേഷം ഏറ്റവും അധികം ഹേറ്റ് സ്പീച്ച് നടത്തിയ ആളാണ് സന്ദീപ് വാര്യർ. അപ്പോൾ അത്തരത്തിൽ ഹേറ്റ് സ്പീച്ച് നടത്തിയ ഒരാളെ കൈകൊടുക്കുക വഴി, സ്വീകരിക്കുക വഴി ഒരു രാഷ്ട്രീയ പാർട്ടി എന്ത് തരം സന്ദേശമാണ് പൊതുസമൂഹത്തിന് കൊടുക്കുക? തീർച്ചയായിട്ടും CPIഎം അത്തരം ഒരു കൈകൊടുക്കൽ നടത്തിയില്ല, ഇങ്ങ് എടുത്തില്ല. ഞങ്ങളുടെ രാഷ്ട്രീയ തീരുമാനം, ഞങ്ങളുടെ പൊതു അഭിപ്രായം സന്ദീപിനെ കുറിച്ചാകട്ടെ, എം ലിജുവിനെ കുറിച്ചാകട്ടെ, ഇനി BJPയിൽ തന്നെ പ്രവർത്തിക്കുന്ന നൂറണിയിലേക്ക് തന്നെ BJPയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഏതൊരാളെയും കുറിച്ചാകട്ടെ, ഞങ്ങളുടെ നിലപാട് പ്രതികരണങ്ങളെയും കാര്യങ്ങളെയും ഒക്കെ കാണുന്നത് വ്യക്തിപരമായിട്ടല്ല, രാഷ്ട്രീയമായിട്ടാണ് എന്ന് തന്നെയാണ്. ഞങ്ങളുടെ പൊതു നിലപാടാണ്. പക്ഷേ സന്ദീപിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല, അതൊരു സ്പെഷ്യൽ കേസാണ്. കാരണം ഇത് ഒരു ഹേറ്റ് സ്പീച്ചിന്റെ ചരിത്രവും പശ്ചാത്തലവുമുള്ള ഒരാളെ കൈകൊടുത്ത് സ്വീകരിക്കുക വഴി ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിന്റെ പൊതുസമൂഹത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം എന്താണ്? തീർച്ചയായും കാര്യത്തിൽ വളരെ മാതൃകാപരമായ നിലപാടാണ് സ്വീകരിച്ചത്. അങ്ങനെയൊന്നും സ്വീകരിക്കേണ്ടതില്ല എന്നൊരു പൊതു സമീപനം CPIഎമ്മിൽ ഉണ്ടാകുന്നു. അദ്ദേഹം കോൺഗ്രസ് ഇരു കൈകളും നീട്ടി സ്വീകരിക്കുന്ന നിലയുണ്ടാകുന്നു. അപ്പൊ ഇനിയിപ്പോ RSSന്റെ ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ സുധാകരൻ എന്ന KPCC പ്രസിഡന്റ് പറഞ്ഞയക്കാൻ വിശ്വസ്തനായ ഒരാളായിരിക്കുന്നു. ഇനി തന്നെയുമല്ല, വേണമെങ്കിൽ KPCC ഓഫീസിൽ തന്നെ RSSന് ഒരു ശാഖയും തുടങ്ങാം എന്ന നില വന്നിരിക്കുന്നു. അങ്ങേയറ്റത്തെ ഹേറ്റ് സ്പീച്ചുകൾ ഉണ്ടായിരിക്കുന്നു. ഇനി ശ്രീ സന്ദീപ് വാര്യർ എം ലിജുവിനും അതോടൊപ്പം തന്നെ ഈ പറയുന്ന കോൺഗ്രസിന്റെ നേതാക്കൾക്കുമെല്ലാം വർഗീയ വിദ്വേഷം പരത്തേണ്ട പ്രസംഗങ്ങൾ എങ്ങനെയാണ് നടത്തേണ്ടതെന്ന ക്ലാസ് എടുക്കട്ടെ, അവരെല്ലാം അങ്ങനെ പ്രസംഗിക്കട്ടെ. അങ്ങേയറ്റം പരിതാപകരമായ ഒരവസ്ഥയാണ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ റഹീം, സന്ദീപ് വാര്യർ ഇന്ന് പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും മാപ്പിന് തുല്യമായ ജാള്യത പ്രകടിപ്പിക്കുകയുണ്ടായി. അതായത് വെറുപ്പിന്റെ ഫാക്ടറിയിൽ ഒരു ജോലിക്കാരനായി കഴിയേണ്ടി വന്നതിൽ എനിക്കുള്ള ജാള്യത ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് എന്ന് പറയുന്നത് പൊതുസമൂഹത്തോടുള്ള ഒരു മാപ്പ് പറച്ചിൽ തന്നെയാണ്. അപ്പോൾ ആ ജാള്യത പറയുക എന്നിട്ട് കോൺഗ്രസിലേക്ക് വരിക എന്ന് പറയുന്നത് രാജ്യത്താകമാനം ഇതിനു മുമ്പുള്ള സമീപകാല ചരിത്രം പരിശോധിച്ചാൽ ഉടനീളം BJPയിലേക്ക് കോൺഗ്രസുകാർ ചേക്കേറിയതിന്റെ ചരിത്രമുള്ള ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ആദ്യമായിട്ട് BJPയിൽ നിന്നൊരു വ്യക്തി അത് ജാള്യത തോന്നുന്നു ഈ വെറുപ്പിന്റെ ഫാക്ടറിയിൽ എന്ന് പറഞ്ഞുകൊണ്ട് മാറുന്നത്. വളരെ പുരോഗമനപരമല്ലേ? അല്ല, ഇത് ജാള്യത കൊണ്ട് തീരുന്ന ഒരാളല്ല. വേറൊരു BJP നേതാവാണ് വന്നതെങ്കിൽ അത് ഈ ജാള്യത കൊണ്ട് അവസാനിക്കുന്ന ഒരു കാര്യം തന്നെയാണ്, അതിൽ തർക്കമില്ല. അല്ലെങ്കിൽ മാപ്പ് പറഞ്ഞാൽ തീരുന്ന കാര്യമാണ്, അദ്ദേഹം മാപ്പ് പറഞ്ഞാൽ തീരുന്ന കാര്യമാണ്. പക്ഷേ ഇതങ്ങനെ അല്ല. ഞാനിപ്പോ 3 സന്ദർഭങ്ങൾ പറയാം. ഒന്ന്, കാശ്മീരിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം നടത്തിയൊരു പരാമർശം മുസ്ലിങ്ങളെ കൊല്ലണമെന്നാണ്, കഴുത്തറുത്ത് കൊന്നുകളയണമെന്നാണ്. അത്തരത്തിലൊരു പരാമർശമാണ് അദ്ദേഹം നടത്തിയത്. രണ്ടാമത് ഒരു സന്ദർഭം ഞാൻ ആലോചിക്കുകയാണ്.
ഞാൻ മാതൃഭൂമി ചർച്ചയിൽ അദ്ദേഹത്തോടൊപ്പം ഉള്ളപ്പോൾ അദ്ദേഹം നടത്തിയൊരു പരാമർശം വൈറലായ ഒരു ചർച്ചയാണ്. ഞാൻ അതിനോട് വൈകാരികമായി ആ ചർച്ചയിൽ പ്രതികരിക്കുകയും ചെയ്തു. ദിനേശ്, അതിൽ അദ്ദേഹം പറഞ്ഞത് CPIM-ൽ ഇപ്പോൾ ആരൊക്കെയാണോ നോക്കൂ, MV ഗോവിന്ദ മാഷും കോടിയേരി ബാലകൃഷ്ണനും ആനത്തലവട്ടം ആനന്ദനും എല്ലാം ഉണ്ടായിരുന്ന കോൺഗ്രസിൽ CPM-ൽ ഇപ്പോൾ A റഹീമും AN ഷംസീറും മുഹമ്മദ് റിയാസും ഒക്കെയാണ് എന്നാണ് പറഞ്ഞത്. ഇത് അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ചത് ഇത് ഇങ്ങനെ പറഞ്ഞൊരാൾ ഇനി തീരുന്നില്ല. മൂന്നാമത് അദ്ദേഹം പറഞ്ഞ ഈ പാലക്കാട് ജില്ലയുടെ പശ്ചാത്തലത്തിൽ തന്നെ പറഞ്ഞ ഒരു ആന ചെരിഞ്ഞതുമായി ബന്ധപ്പെട്ടൊരു സന്ദർഭം ഉണ്ടായി. അപ്പോൾ സാമുദായിക സ്പർദ്ധ വളർത്താൻ വേണ്ടിയിട്ട് സന്ദീപ് വാര്യർ പറഞ്ഞ ഒരു സന്ദേശമുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഞാൻ പറഞ്ഞ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ ഇതെല്ലാം കേരളീയ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയ മുറിവ്. ഇതിന് തുല്യമായ ഒരു വിദ്വേഷ പരാമർശം ഞാൻ അതാണ് പറഞ്ഞത്, ശശികല ടീച്ചർ ഒഴിച്ചാൽ BJP-യുടെ മറ്റു നേതാക്കളിൽ പോലും എല്ലാവരിലും നമുക്ക് കാണാനാകില്ല. അങ്ങനെയൊക്കെ പ്രസംഗിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ മെയിൻ സ്ട്രീമിൽ ഇദ്ദേഹത്തിന്റെ സമകാലീനരായ മറ്റു പലരും പോലും ഇപ്പൊ BJP-ക്കുള്ളിലെ തീവ്ര വർഗീയ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധിയാണ് അദ്ദേഹം. BJP-ക്കുള്ളിൽ അങ്ങനെ തീവ്ര വർഗീയ ഉമാഭാരതിയെ പോലെ, അശോക് സിംഗാളിനെ പോലെ അങ്ങനെ സംഘപരിവാറിനകത്തെ തീവ്ര വർഗീയതയുടെ ഒരു പ്രതിനിധിയെ ഒരു നിമിഷം കൊണ്ട് സ്വീകരിക്കുക എന്നതുകൂടെ കോൺഗ്രസ് എന്നൊരു പാർട്ടി എന്ത് തരം സന്ദേശമാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് കൊടുക്കുക? അതൊരു ജാള്യത പ്രയോഗം കൊണ്ട് അവസാനിക്കുന്ന കാര്യമല്ല. അതാണ് അതിന്റെ പ്രശ്നം. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞല്ലോ, വെറുപ്പിന്റെ ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്നവർ, വെറുപ്പിന്റെ ഫാക്ടറിയിലെ അദ്ദേഹത്തിന്റെ സമകാലീനരായ ജോലിക്കാരിൽ നിന്ന് പോലും ഉണ്ടാകാത്ത കാര്യമാണ് ഇദ്ദേഹത്തിൽ ഉണ്ടായത്. അപ്പൊ വെറുപ്പിന്റെ ഫാക്ടറിക്ക് മുകളിൽ അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ എന്തായാലും ശരി, വെറുപ്പിന്റെ ഫാക്ടറിയിലെ തീവ്ര വർഗീയ വിദ്വേഷ പ്രചാരകനായിരുന്നു അദ്ദേഹം. അപ്പൊ അങ്ങനെ ഒരാളെ, അതായത് വെറുപ്പിന്റെ ഫാക്ടറിയിലെ ജോലിക്കാരനെ കോൺഗ്രസ് ജോലിക്ക് എടുക്കുന്നുവെങ്കിൽ ആ കോൺഗ്രസിൽ വന്നിട്ടും വെറുപ്പിന്റെ ഫാക്ടറിയിലെ ആശയ കാര്യങ്ങളൊക്കെ അവിടെ പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും എന്നാണോ? പ്രത്യേകിച്ചും കെ സുധാകരൻ അടക്കമുള്ളവരുടെ നേരെ CPIM അടക്കമുള്ളവർ മൃദുഹിന്ദുത്വ സമീപനം അടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള പശ്ചാത്തലത്തിൽ അങ്ങനെ മാത്രമല്ല, ഇത് ശ്രീ കെ സുധാകരന് മാത്രം പറയേണ്ട കാര്യമല്ല. ശ്രീ VD സതീശൻ ആരുടെ മുമ്പിലും വഴങ്ങി നിൽക്കുന്നതും കേരളം കണ്ടിട്ടില്ല. VD സതീശൻ ഭയങ്കരമായിട്ട് എന്താ പറയാ ക്ഷോഭിക്കുകയും ആളുകളോട് മോശമായി പെരുമാറുകയും അഹങ്കാരത്തിന്റെ എല്ലാം ഒരു അടയാളമായിട്ടാണ്. അദ്ദേഹം അഹങ്കാരത്തിന്റെ ആടയാഭരണങ്ങളെല്ലാം മാറ്റിവെച്ച് ഒരാളുടെ മുമ്പിലാണ് വഴങ്ങി നിന്നതായി കണ്ടത്. അത് സവർക്കറുടെ ചിത്രത്തിന്റെ മുമ്പിലാണ്. അപ്പോ ഗോൾവൽക്കറേയും സവർക്കറേയും കാണുമ്പോൾ താണു തൊഴുന്ന VD സതീശൻ ആൻഡ് കമ്പനിയിൽ നിന്ന് ഇതൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ അത് തന്നെ ചെല്ലേണ്ടിടത്ത് തന്നെയാണ് സന്ദീപ് വാര്യർ എത്തിയത് എന്ന് വിലയിരുത്താൻ കഴിയുമോ? ഇല്ല, അങ്ങനെ ഞാൻ പറയുന്നില്ല. ഞാൻ കോൺഗ്രസിനെ ആകെ മോശമായി ചിത്രീകരിക്കുന്നില്ല. കോൺഗ്രസിലെ ചില നേതാക്കളെ അധികാരമോഹം ബാധിച്ചിട്ടുണ്ട് എന്നത് മാറ്റി നിർത്തിയാൽ കോൺഗ്രസ് ആകെ മോശമാണ്. അങ്ങനെ അത് ശരിയല്ലല്ലോ, വസ്തുതാപരമായും ശരിയല്ല. പക്ഷെ കോൺഗ്രസ് ചെന്നുപെട്ടിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഇവിടെ ഇന്നലെ മുസ്ലിം പള്ളികളിൽ ജുമാ നമസ്കാരം കഴിഞ്ഞിറങ്ങുമ്പോൾ SDPI ആണ് UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള നോട്ടീസ് മുസ്ലിങ്ങൾക്കിടയിൽ വിതരണം ചെയ്യാൻ ആരാധനാലയങ്ങളെ ഉപയോഗിക്കുന്നു. SDPI അതിനായിട്ട് കൈകാര്യം ഉപയോഗിക്കുന്നു. അപ്പൊ ഒരു വശത്ത് SDPI ഉപയോഗിക്കാൻ മടി കാണിക്കാതിരിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, SDPI കൂടെ കൂട്ടുന്നതിലൂടെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അവർ കൊടുക്കുന്ന സന്ദേശം എന്താണ്? ഇത് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശമല്ലേ? SDPI പരസ്യമായി UDF-നൊപ്പം പ്രവർത്തിക്കുന്നു. 23-ാം തീയതി UDF ജയിച്ചു എന്നിരിക്കട്ടെ, അവിടെ ആഹ്ലാദ പ്രകടനത്തിൽ SDPI-യുടെ പതാകകളും SDPI-യുടെ പ്രവർത്തകരും കാണും. അത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ആ ദൃശ്യങ്ങൾ, ചിത്രങ്ങൾ കൊടുക്കുന്ന സന്ദേശം എന്താണ്? അപ്പൊ ഇതെല്ലാം അസ്പൃശ്യരാക്കേണ്ടവരെ അസ്പൃശ്യരാക്കണ്ടേ? നമ്മൾ വ്യക്തിപരമായ അഭിപ്രായങ്ങളല്ല ഞാൻ പറയുന്നത്. SDPI-യിലെ ഏതെങ്കിലും ഒരു പ്രവർത്തകനെ കുറിച്ചുള്ള അഭിപ്രായമല്ല ഞാൻ പറയുന്നത്. BJP-യിലെ ഏതെങ്കിലും ഒരു നേതാവിനെ കുറിച്ചുള്ള അഭിപ്രായമല്ല. പക്ഷെ അതേസമയം നമ്മൾ ഒരു രാഷ്ട്രീയ തീരുമാനമെടുക്കുന്നതിലൂടെ നമ്മൾ കൊടുക്കുന്ന സന്ദേശം എന്താണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കുകയാണല്ലോ, രാഷ്ട്രീയ തീരുമാനം. ആ രാഷ്ട്രീയ തീരുമാനത്തിലൂടെ എന്ത് തരം സന്ദേശമാണ് ഒരു പാർട്ടി ജനങ്ങളുടെ മുമ്പിൽ കൊടുക്കുന്നത്? ആ ഒരു സന്ദേശത്തെക്കുറിച്ച് നമ്മൾക്ക് ആലോചിക്കാനും അതിൽ തീരുമാനമെടുക്കാനും ദിവസങ്ങൾ വേണ്ടി വന്നേക്കും. പക്ഷേ ഇപ്പോൾ പാലക്കാട്ടെ വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഉണ്ടായിട്ടുള്ള ഈ കോൺഗ്രസ് പ്രവേശനം, സന്ദീപ് വാര്യരുടെ പ്രവേശനം, അത് ഈ തെരഞ്ഞെടുപ്പിൽ ഏത് രീതിയിൽ വോട്ടർമാരുടെ ഉള്ളിൽ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് A റഹീം വിലയിരുത്തുക? കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇവിടെ BJP വിരോധവും BJP ഭയവും സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞുകൊണ്ട്, അതുകൊണ്ട് BJP ജയിക്കാതിരിക്കാൻ ഞങ്ങൾ വോട്ട് ചെയ്യണം എന്ന ഒരൊറ്റ നരേഷനിലേക്ക്, ക്യാമ്പയിനിലേക്ക് മുസ്ലിം ജനസമൂഹത്തിനിടയിൽ കോൺഗ്രസിന്റെ പ്രചരണത്തിന്റെ ഗതിയെ തിരിച്ചുവിട്ടിട്ടുണ്ട്. BJP ഇതാ ജയിക്കാൻ പോകുന്നു. ഈ നരേഷനാണ് ഇന്നലെ SDPI കൊണ്ട് പറയിപ്പിച്ചത്.
അപ്പോൾ അങ്ങനെ BJP ജയിക്കാൻ പോകുന്ന ഒറ്റ നരേഷനിലേക്ക് പറഞ്ഞ് അതിൽ BJP വിരുദ്ധ ഭീതി പടർത്തി BJP വിരുദ്ധ വോട്ടുകളെയാകെ സമാഹരിച്ച് ജയിക്കാൻ കഴിയുമോ എന്നൊരു സ്ട്രാറ്റജിയാണ് കോൺഗ്രസ് ഇപ്പോൾ ഇവിടെ പയറ്റി വരുന്നത്. ആ സ്ട്രാറ്റജിയുടെ നേരെ ഐറോണിക്കലായിട്ടുള്ള ഈ പറയുന്ന ഒരു വൈരുദ്ധ്യമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അത് ജനങ്ങൾക്ക് മനസ്സിലാവില്ലേ? എങ്ങനെയാണ് മുസ്ലിങ്ങളെ ആകെ കൂട്ടക്കൊടുതി നടത്തണം എന്ന് പറഞ്ഞ ഒരാളെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ പാലക്കാട് ജില്ലയിലെ മുസ്ലിം ജനസമൂഹത്തോട് കോൺഗ്രസ് ആത്മാർത്ഥതയോടെ വോട്ട് ചോദിക്കുക? എങ്ങനെ ചോദിക്കുക വോട്ട്? അപ്പൊ അത് കോൺഗ്രസ്, അത് ജനം കൂടുതൽ മനസ്സിലാക്കും കോൺഗ്രസിന് പാപ്പരത്വം. ഇവിടെ BJP ആണ് മത്സരിക്കാൻ വേണ്ടി, BJP ആണ് ജയിക്കാൻ പോകുന്നത്, അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് കോൺഗ്രസ് വോട്ട് ചെയ്യണം എന്ന് പറയുന്നവരോട് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം എന്തിനു വേണ്ടി ഇവിടെ മത്സരം ഉണ്ടാക്കിയതാണ്? BJPയുടെ ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലമാണ്, BJP ഭീഷണി ഉയർത്തുന്ന മണ്ഡലമാണെങ്കിൽ എന്തിന് ബൈ ഇലക്ഷൻ നിങ്ങൾ ഉണ്ടാക്കി? വടകരയിലേക്ക് വേറെ ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്നൊരു MLA അയക്കാം, ഒരു മണ്ഡലത്തിലും ഇല്ലാത്ത MLA-മാരില്ലാത്ത കോൺഗ്രസ് നേതാക്കളെ അയക്കാം, മുരളീധരനെ അവിടെ മത്സരിക്കാം, ഒരുപാട് ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ BJP ഭീതി ഇവിടെ പറയുന്നു വോട്ട് കിട്ടാൻ. അങ്ങനെ ഭീതി ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്തിനിവിടെ ബൈ ഇലക്ഷൻ ഉണ്ടാക്കി എന്ന വളരെ വളരെ യുക്തിസഹമായ ഒരു ചോദ്യത്തിന് ഇതുവരെ കോൺഗ്രസ് മറുപടി വിശദീകരണമില്ല. ഒന്ന്, അതിനിടയിലാണ് ഇപ്പോൾ അങ്ങേയറ്റത്തെ മുസ്ലിം വിരുദ്ധ പ്രചരണം നടത്തുന്ന, മുസ്ലിങ്ങളെല്ലാം കൂട്ടക്കൊല നടത്തിയാൽ തരക്കേടില്ല എന്ന് പറയുന്ന ഒരാളെ കൊണ്ടുവരികയാണ്. അത് എന്തുതരം സന്ദേശമാണ്? പാലക്കാട് ജില്ല വ്യത്യസ്ത മതവിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കമ്മ്യൂണൽ ഹാർമണിയുടെ സ്ഥലമാണ്, സാമുദായിക ഐക്യത്തിന്റെ സ്ഥലമാണ്. ആ ജനവിഭാഗങ്ങൾ, എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങളുടെ മുമ്പിൽ കോൺഗ്രസിനെ വിശദീകരിക്കാൻ വലിയ പ്രയാസമായിരിക്കും. ലീഗിന്റെ ഇത് സംബന്ധിച്ചുള്ള അഭിപ്രായം പറയാൻ ഒരു കൗതുകമുണ്ട്. ലീഗ് ഇതിലെന്താണ് പറയുക? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നിലപാടെന്താണ്? ലീഗ് പറയേണ്ടത് ഇവിടുത്തെ പാലക്കാട്ടെ കോൺഗ്രസ് അല്ല, ലീഗാണ് കരുത്ത്. അപ്പോൾ ലീഗിന്റെ ചെലവിലാണ് പാലക്കാട്ടും മറ്റേതൊരു മലബാർ മണ്ഡലവും പോലെ കോൺഗ്രസ് ജയിച്ചു വരുന്നത്. അപ്പൊ ലീഗിനെ ഒന്നും കൂടാതെ സന്ദീപിനെ കൂട്ടിയാലേ പാലക്കാട് ജയിക്കാൻ പറ്റുള്ളൂ ഇതൊരവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിയോ? അപ്പൊ ലീഗാണ് അതിൽ മറുപടി പറയേണ്ട പാർട്ടി. ലീഗ് അതിന്റെ മറുപടിക്ക് കേരളം കൗതുകപൂർവ്വം കാതോർക്കാണ്. ശരി, മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികളുടെ നേതാക്കളുടെ പ്രതികരണങ്ങൾ വേണ്ടതുണ്ട്. വളരെ നന്ദി ശ്രീ A. റഹീം. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് കൂടുമാറിയ ഈ നിമിഷങ്ങളിൽ അതിനെ രാഷ്ട്രീയമായിട്ട് വിശകലനം ചെയ്തതിന്. എന്തായാലും BJP നേതൃത്വവുമായി ഇടഞ്ഞ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ്. സന്ദീപ് ഇടതുപക്ഷത്തേക്ക് എന്ന അഭ്യൂഹം ശക്തമായതിനിടെയാണ് അപ്രതീക്ഷിതമായിട്ട് കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത് സന്ദീപ് വാര്യർ. പാലക്കാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ KPCC അധ്യക്ഷൻ K. സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവരുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ സന്ദീപിനെ ഷാൾ അണിയിച്ച് പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. പാർട്ടി തനിക്ക് അർഹമായ പരിഗണന ഒന്നും നൽകിയിട്ടില്ല, BJP വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയാണ് എന്നൊക്കെയാണ് സന്ദീപ് വാര്യർ പ്രതികരിച്ചത്. ജനാധിപത്യത്തെ പാടെ അപമാനിക്കുന്ന ഒരു ഫാക്ടറി, അത്തരമൊരു ഫാക്ടറിയിൽ ശ്വാസം മുട്ടി കഴിയേണ്ട അവസ്ഥയായിരുന്നു BJPയിൽ തനിക്ക്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചേർന്നുകൊണ്ട് BJP ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കളിക്കുകയാണ് എന്ന് വാർത്താ സമ്മേളനത്തിൽ സന്ദീപ് വാര്യർ പറഞ്ഞു. അങ്ങനെയുള്ള ആ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിനെതിരെ പ്രതികരിച്ചതുകൊണ്ടാണ് തനിക്ക് നേരെ നടപടി സ്വീകരിക്കാൻ കാരണമായത് എന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു. മതം തിരഞ്ഞ് പ്രചാരണം നടത്താൻ കഴിയില്ല, സ്നേഹത്തിന്റെ കടയിൽ അംഗത്വം എടുക്കുകയാണ്, വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും കോട്ടയിൽ നിന്ന് പുറത്തു വന്നതിന്റെ സന്തോഷത്തിലാണ് താൻ എന്ന് സന്ദീപ് വാര്യർ പറയുകയുണ്ടായി. NDAയുടെ കൺവെൻഷനിൽ പരസ്യമായി അപമാനിച്ചു എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് നേരത്തെ സന്ദീപ് വാര്യർ BJPയുമായിട്ട് ഇടഞ്ഞത് എന്ന കാര്യം ഓർമ്മിക്കുക. അനുനയിപ്പിക്കാനുള്ള BJPയുടെ ശ്രമങ്ങളൊന്നും തന്നെ ഫലം കണ്ടില്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ പ്രചാരണ രംഗത്ത് BJPയുടെ സംസ്ഥാന സമിതി അംഗം കൂടിയായ സന്ദീപ് എവിടെ എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. സന്ദീപിന്റെ അസാന്നിധ്യം ചർച്ചയായിരുന്നു. പാലക്കാട്ടെ സ്ഥാനാർത്ഥി നിർണയത്തിലും സന്ദീപിന് എതിർപ്പുണ്ടായിരുന്നു എന്നുള്ള വാർത്തകളും അതിനിടയിൽ പുറത്തു വരികയുണ്ടായി. നേരത്തെ സന്ദീപ് വാര്യർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടതു പാർട്ടിയിലേക്ക് ചേക്കേറുന്നു എന്നുള്ളൊരു അഭ്യൂഹം ശക്തമായിരുന്നു. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെ സന്ദീപിനെ പ്രത്യക്ഷത്തിലല്ലെങ്കിലും പരോക്ഷമായിട്ട് പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്നു. പാർട്ടിയുടെ നയവും പരിപാടിയും പക്ഷേ അംഗീകരിക്കണം എന്നുകൂടി വ്യവസ്ഥ വെച്ചിരുന്നു. അങ്ങനെ പാർട്ടിയുടെ നയവും CPIMന്റെ നയവും പരിപാടിയും അംഗീകരിച്ചാൽ സന്ദീപ് വാര്യരെ സ്വീകരിക്കുമെന്ന് ഒരു വാർത്താ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ CPIയുടെ ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ് പ്രതികരിച്ചിരുന്നു. സന്ദീപ് വാര്യരുമായിട്ട് സംസാരിച്ചു എന്നുള്ള വാർത്തകളെ കുറിച്ച് ചോദിച്ചപ്പോൾ CPI അതിനെ എതിർക്കുകയും ചെയ്തില്ല. പക്ഷേ അതേസമയം അപ്രസക്തനായ നേതാവ്
അപ്രസക്തമായ പാർട്ടിയിലേക്ക് പോവുകയാണ് എന്നാണ് ഇപ്പോഴത്തെ സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള പ്രവേശനത്തെ കേരളത്തിന്റെ ചുമതലയുള്ള BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കർ പ്രതികരിച്ചിരിക്കുന്നത്. NDAയുടെ കൺവെൻഷനിൽ മുതിർന്ന നേതാക്കൾക്കൊപ്പം സന്ദീപ് വാര്യർക്ക് സീറ്റ് നൽകിയിരുന്നില്ല എന്ന കാര്യം ഓർമ്മിക്കുക. പ്രതിഷേധ സൂചകമായിട്ട് ആ വേദിയിൽ നിന്ന് സന്ദീപ് വാര്യർ ഇറങ്ങിപ്പോവുകയും ചെയ്തിരുന്നു. സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞിട്ടും തന്നെ അവഗണിച്ചു. അതുകൊണ്ടാണ് സന്ദീപ് BJPയുമായിട്ട് ഇടഞ്ഞത്. പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറുമായിട്ട് സന്ദീപ് വാര്യർക്ക് ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടി ഈ നിമിഷം സന്ദീപ് വാര്യർ കോൺഗ്രസിൽ പ്രവേശിക്കുന്ന നിമിഷങ്ങളിൽ ഓർക്കേണ്ടതുണ്ട്. മൂത്താന്തറയിലെ പ്രശ്നപരിഹാരത്തിന് സന്ദീപ് ഇടപെട്ടത് C. കൃഷ്ണകുമാറിനെ അലോസരപ്പെടുത്തിയിരുന്നത് അടക്കമുള്ള കാര്യങ്ങൾ കൂടി ഈ നിമിഷം നാം ഓർക്കേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. ഇടവേള കഴിഞ്ഞ്